ഹലോ ഗായ്സ്, ഇന്നത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അതായത് ഇന്നത്തെ എൻ്റെ ദിവസം എങ്ങനെയെന്നുള്ളതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഡേയിന് രാവിലെ ലാബിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അറിയാമല്ലോ, പൊതുവെ മഴയുള്ള ദിവസമാണ്. അപ്പം നമുക്ക് ഒരുപാട് ദിവസത്തെ തുണി ഉണക്കാൻ കാണും. അത്യാവശ്യം തന്നെ 4 ദിവസമായിട്ട് ഞങ്ങൾക്ക് കറണ്ട് ഇല്ലായിരുന്നു. അപ്പം ഞാൻ തുണിയൊന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ഉണക്കാനുള്ളത് മാത്രം എല്ലാം പറക്കിയിട്ട് പറക്കിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഡ്രസ്സുള്ളതുകൊണ്ട് തന്നെ കുറേശ്ശായിട്ട് തന്നെ ഞാൻ ഉണക്കിയെടുത്തിട്ട് എനിക്കെന്ന് വെച്ചാൽ പണ്ടേ എന്ത് കിട്ടിയാലും ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോളുടെ ബാസ്ക്കറ്റ് ഇപ്പോൾ അവൾക്ക് 5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം സൂക്ഷിച്ച് വെക്കും. പിന്നെ തുണിയെല്ലാം പറക്കി ഇട്ട ശേഷം അപ്പോൾ ഞാൻ ജസ്റ്റ് പിന്നെ വിചാരിച്ചു അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടോ. ഒത്തിരി ചപ്പും ചവറുണ്ടായിരുന്നു. ഫ്രണ്ടിലും ബാക്കിലോട്ട് അത്യാവശ്യം ഒരുപാട് ചവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാറ്റൊക്കെ അടിച്ചിട്ട് ഒരുപാട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ സൈഡ് തൂത്ത് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ളതൊക്കെ കാറ്റടിച്ച് കൂടെ കൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അത്യാവശ്യമുള്ള ഞാൻ ഒതുക്കിയൊക്കെ തൂത്തുവാരിയെല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരുപാട് ഷവറുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള ഭാഗത്തായിരിക്കും എപ്പോഴും വേസ്റ്റൊക്കെ കൂടുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പൊന്നൂസ് ഉണ്ടല്ലോ, അവളെല്ലാം മാംഗോയുടെയും ഫ്രൂട്ടിയൊക്കെ കുടിച്ചിട്ട് കുപ്പിയെല്ലാം അവിടെ ഇവിടെ വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. വെയിലൊക്കെ ഉള്ളപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ കാണാൻ തന്നെ. ഇത്രയും ദിവസം മഴയുണ്ടായിട്ട് പെട്ടെന്ന് വെയിൽ വന്നപ്പോൾ അത്യാവശ്യം ഉണക്കലും പറക്കലും ഒക്കെ തന്നെയായിരിക്കും എല്ലാവരും. അതുപോലെ തന്നെ ഡ്രസ്സെല്ലാം വാരിയിട്ട് ഉണക്കാനും പറക്കാനായിട്ട് തൂത്തൊക്കെ വാരി എല്ലാം പുറത്തുള്ള പണിയെല്ലാം അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചിരുന്നാൽ അകത്തുള്ള പണി മഴയായാലും കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, വെള്ളമൊക്കെ ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് പോയി കോരിക്കൊണ്ട് വരികയായിരുന്നു കേട്ടോ. ഇതെൻ്റെ അത്യാവശ്യം കുറച്ച് മീൻകുട്ടന്മാരാണ്. വീട് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് ചത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളൊരു വീഡിയോ എടുക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. ആദ്യമൊക്കെ ഒന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ലോങ് വീഡിയോ ആണെങ്കിൽ ഈ 2-3 വട്ടം ഞാനൊരു ഷോട്ട് എടുക്കാൻ നോക്കി. പക്ഷെ അവൾ ഓടിപ്പോയി. പിന്നെ ഞാൻ പിടിച്ചോണ്ട് വന്നു ഗൈസ്. പിടിച്ചോണ്ട് വന്ന് പിന്നെ ഞാൻ എടുക്കാൻ നോക്കി. അത്യാവശ്യം രണ്ടാമത്തെ വീഡിയോയിൽ അവൾ ചിരിച്ചിട്ടുണ്ടായിരുന്നേ. അവളുടെ ചിരിയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൾ ഓടിപ്പോയിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു പൂച്ചക്കുട്ടി പ്രസവിച്ചിട്ടുണ്ടായിരുന്നേ. 3 നല്ല ബ്ലാക്ക് കുട്ടന്മാരായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മമ്മി കാണുന്നതിന് വേണ്ടി ഞങ്ങൾ പോയിട്ട് അതിനെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. അത് ഞങ്ങൾ നോക്കി ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ അമ്മ എന്നും കാണാതെ ഞങ്ങൾ നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവരെ അതായത് സ്പോട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അടുത്ത ഒരു ചക്ക അടത്താനുള്ള പ്ലാനിങ് ആണ് ഗായ്സ്. രാവിലെ മുതൽ ചക്ക കഴിക്കാനായിട്ട് ചക്കപ്പുഴുക്ക് കഴിക്കാൻ ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഒരുപാടായിട്ട് ഇങ്ങനെ മിസ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, അടുത്തിരുന്ന് തോട്ടയിട്ട് അതിൻ്റെ മുകളിൽ കയറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. നിർഭാഗ്യവശാൽ അതെനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതായത് വിളഞ്ഞതൊന്നും താഴെ ഉണ്ടായിരുന്നില്ല കേട്ടോ. തോട്ടയാണെങ്കിൽ എത്തുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ അടുത്ത പ്ലാവിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഗായ്സ്. ഈ ഒരു പ്ലാവ് നിറച്ച് ചക്കയായിരുന്നു കേട്ടോ. അടിയിലും താഴ്ന്ന് മുകളിലും ഒക്കെ അത്യാവശ്യം താഴെയൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ നോക്കി ഒരു ചക്ക കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ തോട്ടം വെച്ചതെല്ലാം അടർത്തിയൊക്കെ എടുക്കുക. ആദ്യം കുറച്ച് പാടൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ അതിനെങ്ങനെയൊക്കെ തട്ടിപ്പൊടിച്ചൊക്കെ താഴെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. നല്ല വെളിഞ്ഞ ചക്ക നോക്കി ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ ചക്ക കേട്ടോ. അത്യാവശ്യം പ്ലാവിൻ്റെ മുട്ടിലെല്ലാം ഇതായിട്ട് പഴുത്തൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ചക്ക സീസൺ ആയതുകൊണ്ട് പൊതുവെ ആർക്കും വേണ്ടല്ലോ. കുറച്ചൊക്കെ എല്ലാവർക്കും കൊണ്ടുപോകും. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ആർക്കും വേണ്ട. അതിനിടയ്ക്ക് എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. വേറെ നല്ല ചപ്പലായിരുന്നു. 200 ജസ്റ്റ് നമുക്ക് അവൈലബിൾ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിധത്തിലുള്ള ചെരുപ്പായിരുന്നു. അപ്പം ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ചക്കയെല്ലാം വെട്ടി പൊളിച്ച് എൻ്റെ പൊന്നൂസും കൂടെ അവൾക്ക് ആവുന്ന വണ്ണം അവളും ഒരു പിച്ചാത്തിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം വെട്ടി പൊളിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നമുക്ക് പുഴുക്ക് പുഴുങ്ങാനല്ല, കുറച്ചൊന്ന് ചക്കയൊന്ന് ഫ്രീസറിലൊക്കെ ഇട്ട് വെച്ചാൽ അത്യാവശ്യം വേവിക്കാമല്ലോ. അങ്ങനെ ഞാൻ മൺകുടത്തിലായിരുന്നു കേട്ടോ ചക്ക വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ അടുപ്പിൽ വെക്കുന്ന എന്ത് ഫുഡിനായാലും. അങ്ങനെ ചക്കയൊക്കെ പുഴുങ്ങി ചമ്മന്തി, അതായത് മുളക് ചമ്മന്തി ആയിരുന്നു. ഇതിൻ്റെ ഞാൻ റെസിപ്പി ഞാൻ ഷോർട്ടായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളത് കയറി നോക്കിയിരുന്നാൽ മതി. അങ്ങനെ ചക്കപ്പുഴുക്കും മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളത്തെ എൻ്റെ ആഗ്രഹവും സഫലമായിരിക്കുകയാണ്. അതിനുശേഷം പൊന്നൂസിന് സ്കൂൾ ഓപ്പൺ ടൈമാണ് കേട്ടോ. നാളെ പൊന്നൂസ് സ്കൂൾ തുറക്കുക. അപ്പോൾ അവളുടെ ഞാൻ ബാഗെല്ലാം കൂടി എല്ലാം അവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ റെഡിയാക്കി നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ ബോട്ടിലും എല്ലാം ഞാൻ ജസ്റ്റ് വെറുതെ അവൾക്ക് എല്ലാം ഒന്ന് സേഫ്റ്റി ആയിട്ടെല്ലാം ഒതുക്കി വെച്ചിരുന്നാൽ എനിക്ക് പിറ്റേ ദിവസം എളുപ്പമാണല്ലോ. അപ്പോൾ അത് ബോക്സും സ്നാക്സ് ബോക്സും എല്ലാം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് പിറ്റേ ദിവസം രാവിലെ ഇനി നമ്മൾ എടുക്കും. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരുപാട് പഠിപ്പിക്കത്തൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഒരു 2-3 നോട്ട്ബുക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതവിടെ എറേസറും പെൻസിലാണ് കേട്ടോ. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതവിടെ ഹെയർ ക്ലിപ്പും കട്ടറുമാണ് കേട്ടോ. അവളത് അതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാഗിൽ. പിന്നെ ഞാനൊരു സാരി എടുത്തിട്ടൊരു വീഡിയോ എടുക്കാൻ കണ്ടു. സാരി എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിന് ഞാനൊരു ഷോർട്ട് ഇടുന്നുണ്ട്, എന്നാലും ഞാൻ ഇതിനകത്തൊരു ചുമ്മാ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. സാരിയാണോ എനിക്ക് ചുരിദാറാണെന്ന് മാച്ചെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. ഇത് മോളുടെ ഒരു കയ്യിലിരുന്നൊരു ചെയിനായിരുന്നു. ഹെയർ ക്ലിപ്പ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു കേട്ടോ. ഈവനിങ് ടൈം ആയപ്പോൾ തന്നെ എനിക്കൊരു ചായ വേണം, മസ്റ്റായിട്ട് എനിക്ക് ചായ വേണം കേട്ടോ. ഞാൻ ചായ അഡിക്റ്റാണ്. അതിന് ശേഷം ഒന്ന് പുറത്തുനിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.